ഹൈക്കോടതിയുടെ വിധി നേരത്തെ ഉള്ള കാര്യം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ്. ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ വ്യക്തിപരമായ ഡാറ്റ ചോർത്താൻ പാടില്ല. ഇത് വ്യാപകമായി സർക്കാർ ജീവനക്കാരുടെ, അധ്യാപകരുടെ, എല്ലാവരുടെയും ഡേറ്റ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചോർത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉത്തരവാദികളായ ആളുകൾക്കെതിരായി കേസെടുത്ത് അന്വേഷിക്കണം. ഡാറ്റ ചോർത്തൽ വലിയ കുറ്റകൃത്യമാണ്. എൻ്റെ വ്യക്തിപരമായ ഡാറ്റ ചോർത്തിയാൽ അത് ദുരുപയോഗം ചെയ്യപ്പെടാം പല രീതിയിൽ. ഇപ്പോൾ സൈബർ ഫ്രോഡുകൾ കൂടി നടക്കുന്ന കാലമാണ്. മാത്രമല്ല, ഡാറ്റ വിൽപ്പനയ്ക്ക് വയ്ക്കും. വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കോടിക്കണക്കിന് രൂപയ്ക്കാണ് ഈ ഡേറ്റ വാങ്ങിക്കുന്നത്. ആ ഡേറ്റ ചോരാൻ പാടില്ല. ഡാറ്റ എന്ന് പറയുന്നത് വിലപ്പെട്ട സ്വത്താണ്. അതറിയാത്തവരാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്നത്? CPM നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കും പങ്കുണ്ട് ഈ ഡാറ്റ ചോർച്ചയിൽ. ഗൗരവതരമായൊരു കാര്യമാണ്. സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട കോടതിയുടെ വിധിയുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ, ഗൗരവതരമായ വിധി നേരത്തെ. അതാണിപ്പോൾ കോടതി ചൂണ്ടിക്കാണിച്ചത്. ഗുരുതരമായ തെറ്റാണ്. ഒരു മെസ്സേജ് പോലും അയക്കാൻ പാടില്ല. അത് ഡേറ്റ പുറത്തുവിടാൻ പാടില്ല. ഡേറ്റയ്ക്കൊരു സുരക്ഷിതത്വം ഉണ്ട്, ഡേറ്റ സെക്യൂരിറ്റി ഉണ്ട്. ഇവരൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത്? ഇവരെല്ലാ ഔദ്യോഗിക സംവിധാനങ്ങളും ദുരുപയോഗപ്പെടുത്തുകയാണ്. എല്ലാ ഔദ്യോഗിക സംവിധാനങ്ങളും. ഈ ഇലക്ഷൻ്റെ അവസാന സമയത്ത്, ഖജനാവിൽ 5 പൈസയില്ലാത്ത സമയത്ത് കോടികൾ ചെലവഴിച്ച് ഇവർ പ്രചരണം നടത്തുകയാണ്. കോടികൾ. എല്ലാ പത്രങ്ങളിലും കോടികളുടെ പരസ്യം, എല്ലാ സ്ഥലത്തും പരസ്യം. കേരളം മുഴുവൻ ഹോർഡിങ്ങൾ എടുത്തിട്ട് കോടികളുടെ പരസ്യം. ഒരു പൈസയില്ലാത്ത സംസ്ഥാനത്ത്, എല്ലാത്തിനും ബുദ്ധിമുട്ടുന്ന ഒരു സംസ്ഥാനത്ത് ഈ പണം മുഴുവൻ ബാക്കി കടം മേടിച്ചിട്ടാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. ഇപ്പോൾ ചുമട്ടുതൊഴിലാളി ഫണ്ടിൽ നിന്ന്, ക്ഷേമനിധിയിൽ നിന്ന് 250 കോടി രൂപ എടുക്കാൻ പോവാണ്. 100 കോടി കഴിഞ്ഞ വർഷം കൊടുത്തിട്ട് തിരിച്ചു വച്ചിട്ടില്ല. ഈ വർഷം 250 കോടി എടുക്കാൻ പോവാണ്. എവിടെ നിന്നെല്ലാം കടമെടുക്കാൻ പറ്റും അവിടെ നിന്നെല്ലാം കടമെടുക്കുകയാണ്. കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് 10,000 കോടി എടുക്കുകയാണ്. എന്നിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണമാണ്. സർക്കാരിൻ്റെ പണം, ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഇവർ ചെയ്യുന്നത്. അതിനെ ഞങ്ങൾ നിയമപരമായി നേരിടും, രാഷ്ട്രീയമായി നേരിടും. അല്ല, അത് ഹൈക്കോടതി വിധി വളരെ കൃത്യമാണ്. അത് ഞങ്ങൾ അവിടെ ഹാജരായി ഞങ്ങൾ ആ സ്റ്റേ പിൻവലിപ്പിക്കും. കാരണം ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കിയത് എന്ത് രേഖയാണ്? CPMൻ്റെ സർക്കുലറാണ്. നാട്ടുകാരുടെ പണം ഉപയോഗിച്ച് നവകേരള സർവേ നടത്തുമ്പോൾ CPM സർക്കുലർ DYFIക്കാർക്കും പാർട്ടിക്കാരും വോളണ്ടിയർമാരാകണം. എന്നിട്ട് അവർക്ക് കാശ് കൊടുക്കുന്ന ആരാ? പൈസ കൊടുക്കുന്നത് ഞാനും നിങ്ങളും അടയ്ക്കുന്ന നികുതി പണം. CPMൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. മുഖ്യമന്ത്രിയുടെ ശബ്ദരേഖ പുറത്തു വന്നില്ലേ? തുടർ ഭരണം ഉറപ്പാക്കണമെന്ന്. തുടർ ഭരണം ഉറപ്പാക്കണമെങ്കിൽ CPMൻ്റെ കയ്യിലിരിക്കുന്ന ഫണ്ട് വെച്ച് ചിലവാക്കിക്കോ. നാട്ടുകാരുടെ നികുതി പണം ഉപയോഗിച്ച് തുടർ ഭരണം ഉറപ്പാക്കാൻ വരണ്ട. മുഖ്യമന്ത്രി പറയുന്നത് ആരുടെ? കോൺഗ്രസിൻ്റെ കയ്യിലൊന്നും ഒരു ഡേറ്റ ഇല്ല. ഞങ്ങൾ ഇല്ലെന്ന് നിങ്ങൾ തെറ്റായ വിവരമാണ്. ഇത് മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി കൈരളിയുടെ ചോദ്യമാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡേറ്റ ചോർത്തി. എടോ, ഞങ്ങൾ ഡേറ്റ ചോർന്നെങ്കിൽ ഞങ്ങൾക്കെതിരെ കേസെടുത്തോളാൻ പറ. എന്നിട്ട് വെറുതെ അബദ്ധം ചോദിച്ചുകൊണ്ട് വരണ്ട. അബദ്ധമാണ് പറയുന്നത്. ഏത് വികസന പരിപാടിക്കാണ് ഞങ്ങൾ സഹകരിക്കാത്തത്? അതുകൂടി പറയാൻ പറ. ഞങ്ങൾ ആകെ ശക്തിയായി എതിർത്ത ഒരു പദ്ധതി ഏതാ? കേരയിൽ. അത് പോയില്ലേ? നടന്നില്ലല്ലോ. ഇനി മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി എടുത്തപ്പോൾ എതിർത്ത പദ്ധതികൾ ഞങ്ങൾ പറയാം. വിഴിഞ്ഞം പദ്ധതി ഇപ്പം ക്രെഡിറ്റ് എടുക്കണ്ടല്ലോ മുഖ്യമന്ത്രി. 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞ ആളാണ് മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടി അത് കൊണ്ടുവന്നപ്പോൾ ഇവരുടെ ദേശാഭിമാനി ലീഡ് വാർത്ത എഴുതിയത് കടൽ കൊള്ളയെന്നാണ്. ഇപ്പം കടൽ വിപ്ലവമായത്. കടൽ കൊള്ള എന്ന് പറഞ്ഞാൽ ഗെയില് ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ട് ഞങ്ങൾ ഗെയിൽ പൈപ്പ് ലൈൻ കൊണ്ടുവന്നു. ഗെയിൽ പൈപ്പ് ലൈൻ ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട ബോംബാണെന്ന് പറഞ്ഞ വ്യവസായ മന്ത്രി മന്ത്രിസഭയിലിരിക്കുക. അവരാണ് എല്ലാത്തിനെതിരെ നിന്നത്. മെട്രോക്കെതിരായി സമരം ചെയ്തു CPM. മെട്രോ റെയിലിനെതിരായി കൊച്ചിയിൽ. ഞങ്ങൾ ആ പരിപാടിക്കൊന്നും പോയിട്ടില്ല. ഞങ്ങൾ റെയിലിനെ എതിർത്തു. അത് യാഥാർത്ഥ്യമായല്ലോ. റെയിലിനെ എതിർത്തത് ശരിയാണെന്ന് എല്ലാവരും സമ്മതിച്ചില്ലേ? വ്യാപകമായ വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിൽ കേരള സ്റ്റോറിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് BJP നേതാക്കൾ ഒരു നിഷ്പക്ഷമായ നിലപാടെടുക്കാൻ ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾ അല്ല, അത് നിരോധിക്കേണ്ടതാണ്. അത് മനഃപൂർവ്വമായി മതവിദ്വേഷവും കേരളത്തെ സംബന്ധിച്ചൊരു മോശം
അഭിപ്രായവും രാജ്യത്തെല്ലാം ഉണ്ടാക്കാൻ മനഃപൂർവ്വം ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനെതിരായി നിയമ നടപടികളാണ് സ്വീകരിക്കേണ്ടത്, അല്ലാതെ BJPയുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. പാലായിലിപ്പം ദിയാനെ സംരക്ഷിക്കുമെന്ന് കുറച്ചുകൂടെ സംസാരിച്ചിരുന്നല്ലോ. കേരള കോൺഗ്രസ്സുകാർ ആരെങ്കിലും UDF-ലേക്ക് വരാൻ ഇനിയും സാധ്യതയുണ്ട്? ആ വിസ്മയം കേരള കോൺഗ്രസിൽ നിന്നും അല്ലല്ല, അതൊക്കെ ഞാൻ കോട്ടയത്ത് വരുമ്പോഴുള്ള ഒരു ചോദ്യമാണ്. വിസ്മയം ഉണ്ടാകുമ്പോൾ അതാത് സമയത്ത് നിങ്ങളെ അറിയിക്കും. ഞാൻ നിങ്ങളെ അറിയിക്കാതെ വേറെ ആരോടും പറയില്ല. നിലവിൽ രാവിലെ നിയമസഭയിൽ നിയമമന്ത്രി പറഞ്ഞത് വിജിലൻസ് കോടതിയേക്കാൾ സുപ്രീം കോടതിയേക്കാൾ വലുതൊന്നുമല്ല വിജിലൻസ് കോടതി എന്നാണ് സഭയിൽ രാവിലെ. അതാണ് നിയമമന്ത്രിയെ പോലെ ഒരാൾ സർക്കാരിന് ഇഷ്ടമില്ലാത്ത വിധി വിജിലൻസ് കോടതി പറയുമ്പോൾ അതിനെ തള്ളി പറയാം. കോടതി എല്ലാ കോടതിയും ഒരുപോലെയാണ്, എല്ലാ കോടതിയും ഒരുപോലെയാണ്. തന്ത്രിയുടെ കേസിൽ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കേസിൽ എന്താ പറഞ്ഞത്? ഒരു തെളിവിൻ്റെ കണിക പോലും ഇല്ലാതെ അദ്ദേഹത്തെ 40 ദിവസം ജയിലിലാക്കിയെന്ന് പറഞ്ഞു ഇല്ലേ? ആ ജഡ്ജ്മെൻറ്റിനെ നിയമമന്ത്രി തള്ളി പറഞ്ഞല്ലോ. നിയമമന്ത്രിക്ക് എന്താ അധികാരം ആ ജഡ്ജ്മെൻറ്റിനെ തള്ളി പറയാൻ? നിയമമന്ത്രി എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത അധികാരമൊന്നും അദ്ദേഹം ഉപയോഗിക്കണ്ട. ആ കോടതി വിധിയെ തള്ളിപ്പറയാനുള്ള ഒരു അധികാരവും നിയമമന്ത്രിക്കില്ല, ഒരു കണിക പോലും ഇല്ല എന്ന് പറയാം. അപ്പോൾ SIT വിശദമാക്കണം. എന്ത് ക്രൈമാണ് ചെയ്തിരിക്കുന്നത്, എന്ത് പങ്കാളിത്തമാണ് തന്ത്രിക്കുള്ളതെന്ന് പറയണം. ഇന്നിപ്പോൾ ഒരു പുതിയ വാർത്ത, പറവൂർ നഗരസഭയുടെ മുൻ അധ്യക്ഷ BJPയിൽ ചേർന്നു. വത്സല പ്രസന്നകുമാർ മുൻ അധ്യക്ഷ. അവർ നേരത്തെ പോയതാണ്, 6 കൊല്ലം മുമ്പ് പോയതാണ്. 6 കൊല്ലം മുമ്പ് പോയതാണ്, ഇപ്പൊ പോയതല്ല. അല്ല, ചർച്ചകൾ തീരുമ്പോൾ നിങ്ങളെ അറിയിക്കും. ആദ്യം നിങ്ങളെ ഞാൻ വാക്ക് തരിക. ചർച്ച എല്ലാം പ്രഖ്യാപിക്കും അവസാനം. ഉറപ്പായിട്ടുണ്ടാവും, ഉറപ്പായിട്ടും മധ്യ കേരളത്തിൽ അതിഗംഭീരമായ തിരിച്ചുവരവ് UDF-നുണ്ടാവും. പത്തനംതിട്ടയിൽ 5 സീറ്റും ജയിക്കും, ഇടുക്കിയിൽ 5 സീറ്റും ജയിക്കും, കോട്ടയത്ത് ബഹുഭൂരിപക്ഷം സീറ്റുകളും ജയിക്കും. എല്ലാം ഞാൻ പറയുന്നില്ല, ബഹുഭൂരിപക്ഷം മെജോറിറ്റി സീറ്റുകൾ ജയിക്കും. എറണാകുളത്ത് 14 ജയിക്കും. അല്ല, അത് വളരെ 2024 ശമ്പള കമ്മീഷൻ നിയമിക്കേണ്ടിയിരുന്നു. ശമ്പള കമ്മീഷൻ നടപടികളെല്ലാം പൂർത്തിയാക്കി ശമ്പള കമ്മീഷൻ്റെ ശുപാർശകൾ നടപ്പിലാക്കേണ്ടതായിരുന്നു. ഇനി ഈ ഗവൺമെൻറ്റിന് അറിയാം അവർ തിരിച്ചു വരില്ല എന്നറിയാം. അടുത്ത ഗവൺമെൻറ്റിൻ്റെ തലയിൽ അതിൻ്റെ ബാധ്യത കെട്ടിവെക്കുന്ന ബുദ്ധിപൂർവമായ ശ്രമം. കമ്മീഷൻ വെച്ചാന്ന് വെച്ചാൽ കമ്മീഷൻ വെച്ചു, അവർക്ക് കാശ് കൊടുക്കണ്ട, മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ നിന്ന് അവർക്കറിയാമല്ലോ അവർ തിരിച്ചു വരില്ല എന്നറിയാം, അതുകൊണ്ട് ചെയ്താൽ